പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. ഇന്ന് മദ്ബഹ ശുശ്രൂഷകർക്കുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്, 5ാമത്തെ ക്ലാസ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രഭാത പ്രാർത്ഥന കഴിയുമ്പോൾ വിശുദ്ധ കുർബാന ചൊല്ലുന്ന അച്ഛൻ മദ്ബഹയിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ കൂടെ അന്ന് ശുശ്രൂഷയ്ക്ക് കൂടുന്ന ശുശ്രൂഷകരും പ്രവേശിക്കണം. അവിടെ അദ്ദേഹം ക്രോണോസ് മുത്തി ദർഗായിൽ കയറി മൽക്കീസദേക്കിൻ്റെ ക്രമം തുടങ്ങും. അച്ഛൻ്റെ പിന്നാലെ ശുശ്രൂഷകനും മദ്ബഹയിലേക്ക് പ്രവേശിക്കണം. തെക്ക് വശത്തൂടെയാണ് പ്രവേശിക്കണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. തെക്ക് വശത്ത് വിശുദ്ധ ഏവൻഗേലിയൻ മേശ കാണും. അവിടെ മുത്തിയിട്ട് ക്രോണോസിൻ്റെ വലതുവശത്ത് മുത്തി അങ്ങനെ ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ ചൊല്ലി തിരിച്ചു വന്ന് അച്ഛൻ്റെ അടുത്ത് നിൽക്കണം. അതിനു മുമ്പ് തന്നെ പ്രധാന ശുശ്രൂഷകൻ വിരിക്കൂട്ട് വിരിച്ച് അതിൻ്റെ മേൽ കാസായും ബലാസായും എടുത്തു വച്ചിട്ടുണ്ടാവും. ശരിക്ക് നിയമം പറഞ്ഞാൽ കാസാക്കൂട്ടം അഴിക്കാനും കാസായും ബലാസായും ഒക്കെ വിരിക്കൂട്ടത്തിൻ്റെ മീതെ വയ്ക്കുവാനും പട്ടക്കാരനാണ് ചെയ്യേണ്ടത്. അതാണ് ശരിയെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. കാരണം കാസായും ബലാസായും ഒരു കാരണവശാലും ശുശ്രൂഷ ചെയ്യുന്നവരെടുക്കാൻ പാടില്ലെന്നാണ്. അതിൻ്റെ കാരണം പറഞ്ഞാൽ പിതാക്കന്മാർ പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ, അങ്ങനെ ഉണ്ടായിട്ടല്ല, ഉണ്ടാകുകയില്ല, എന്നാലും വിശുദ്ധ കുർബാനയുടെ ഒരംശം കാസയിലോ ബീലാസയിലോ വന്നിട്ടുണ്ടെങ്കിൽ, ഇരിപ്പുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് കഴുകി തുടച്ചതൊക്കെയാണ്, ഏതെങ്കിലും കാരണവശാൽ ഉണ്ടെങ്കിൽ അത് സ്പർശിക്കുവാൻ, അത് തൊടുവാൻ അച്ഛന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയും. കുർബാന ചൊല്ലുന്ന തക്സായും അച്ഛന് മാത്രമേ എടുത്തു വയ്ക്കാൻ അധികാരമുള്ളൂ. അതിന്മേലും ഇതുപോലെ തന്നെ വിശുദ്ധ കുർബാന ഏതെങ്കിലും അംശം അച്ഛൻ്റെ കയ്യിൽ നിന്നോ അറിയാതെ, അറിഞ്ഞൊരിക്കലും വരുമല്ലോ, അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ കുർബാനയിൽ തൊടുവാൻ അച്ഛന് മാത്രമേ അധികാരമുള്ളൂ. ഏതെങ്കിലും കാരണവശാലോ കാസായിലോ വിലാസയിലോ വിശുദ്ധ കുർബാനയുടെ നേരിയ അംശം എങ്ങനെ ഏതെങ്കിലും കാരണവശാലും ഉണ്ടെങ്കിൽ അത് സ്പൂൺ കൊണ്ട് ചിരണ്ടി അത് ധൂപകുറ്റിയിലുണ്ട്, അത് കരിച്ചു കളയണം. ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നിട്ടില്ല. ഇനി അബദ്ധവശാൽ വന്നു പോയാൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ത്രോണോസിൻ്റെ അടിയിൽ ഒരു വെള്ള വിരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അടിയിൽ, വെള്ളവിരിയുടെ അടിയിൽ തബലൈത്ത എന്ന് പറയുന്ന ഒരു പലകയുണ്ടാകും. ടാബ്ലറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവത്തിൽ നിന്നാണ്, ആ വാക്കിൽ നിന്നാണ് ഈ തബലൈത്ത് എന്ന വാക്കുണ്ടായത്. വിശദമായിട്ടൊന്നും പറയത്തില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് വിശുദ്ധ മൂറോൻ കൊണ്ട് ഒരു മേൽപ്പട്ടക്കാരൻ കൂദാശ ചെയ്തതാണ്. അത് മൂറോൻ കൊണ്ട് കൂദാശ ചെയ്തുകൊണ്ട് അതിന്മേൽ തൊടാൻ ആർക്കും അധികാരമില്ല. പട്ടക്കാരനോ പൂർണ്ണ ശമ്മാസിന് അധികാരമുള്ളൂ. അതുകൊണ്ട് അതിനൊരു കവറുണ്ടായിരിക്കും. ആ കവറിൽ വെച്ചിട്ടാണ് ത്രോണോസിൻ്റെ കൃത്യം നടുക്ക്
ഈ തബലയിത്ത വയ്ക്കുന്നത്. തബലയിത്താൽ മോറൻ കൊണ്ട് കൂതാശ ചെയ്ത് അതിൻ്റെ മുകളിൽ മോറൻ കൊണ്ടൊരു കുരിശ് വരച്ചിട്ടുണ്ടോ? കൂതാശ ചെയ്ത മേൽപ്പെട്ടക്കാരുടെ പേരും അതിനകത്ത് എഴുതിയിട്ടുണ്ടോ? അതൊന്നും നിങ്ങൾ അറിയണ്ട, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പള്ളി കൂതാശ ചെയ്യുമ്പോഴാണ് ഈ തബലയിത്തായി കൂതാശ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ തൊടാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കർത്താവിനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ കർത്താവിൻ്റെ സ്ലീബായെയാണ് അത് സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും. സ്ലീബായിൽ കിടന്നല്ല കർത്താവ് ക്രൂശിക്കപ്പെട്ടത്, മരിച്ചതും. അതുകൊണ്ട് ത്രോണോസിൻ്റെ നടുക്കിൽ തബലയിത്ത വെച്ച് അതിൻ്റെ മീതെ വിരിക്കൂട്ട് വെച്ച് അതിൻ്റെ മീതെയാണ് കാസായും മെലാസായും വയ്ക്കുന്നത്. കാസായും മെലാസായും എന്ന് പറയുന്ന കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ വഹിക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ ആ തബലയിത്തായുടെ മീതെ ഈ പൂജാപാത്രങ്ങൾ വയ്ക്കുമ്പോൾ കർത്താവ് ആ ക്രൂശിൽ കിടന്നതിൻ്റെ ഒരു സൂചന അത്രേ ഉള്ളൂ. അത് അപ്പം അതൊന്നും സ്ഥിരമായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ അത് എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ വെള്ളവിരി മാറ്റേണ്ടി വരുമ്പോൾ അതൊന്ന് കവറുള്ളതുകൊണ്ട് തൊട്ടാലും കുഴപ്പമില്ല. കഴിയുന്നിടത്തോളം തൊടാതിരിക്കത്തക്കവണ്ണം വെള്ളവിരി നേരെ വയ്ക്കുക. ഏതെങ്കിലും കാരണവശാൽ തബലയിത്ത് ചെരിഞ്ഞോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് നേരെയാക്കാം. എങ്ങനെയാണോ തബലയിത്ത കൂതാശ ചെയ്ത് വന്നി തിരുമേനി തരുന്നത് അതനുസരിച്ചായിരിക്കണം ത്രോണോസിൽ വയ്ക്കേണ്ടത്. അപ്പം മുകൾ വാശം ആയിട്ട് തന്നെ തിരുമേനി അത് തരുള്ളൂ. അതിൻ്റെ മീതെ ഒരു വിരിക്കുട്ടം, അത് നേരത്തെ പ്രധാന ശുശ്രൂഷ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ വിരിക്കൂട്ടത്തിന് 3 നിറമുണ്ട്: ചുവപ്പ്, വെള്ള, പച്ച. നടുവിൽ വെള്ള വരും. ചുവപ്പ് സകല പ്രപഞ്ചത്തെയും സൂചിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയായ സകല പ്രപഞ്ചത്തെയും. വെള്ള കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി കഴുകി വെളുപ്പിച്ച സഭയെയാണ് സൂചിപ്പിക്കുന്നത്. പച്ച ഭൂമിയിലെ സസ്യാദികളുള്ള ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്ര പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ സമയം വൈകി, എന്നാലും നിങ്ങൾ പ്രയോജനപ്പെടുമല്ലോ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കണമല്ലോ. വേറെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകില്ല. അപ്പം ഈ വെള്ളയിലാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ വഹിക്കുന്ന ഈ പാത്രങ്ങൾ വയ്ക്കുന്നു, പൂജാപാത്രങ്ങൾ. കാസായും മെലാസായും അത് കൃത്യം നടുക്ക് തന്നെ വയ്ക്കുന്നു. അപ്പോൾ ഒരു വശത്ത് ചുവപ്പ്, ഒരു വശത്ത് പച്ചയും ആരുണ്ടാവും ഉരുക്കൊണ്ട് നടന്നത്. കാരണം ഈ വെള്ളയിൽ വയ്ക്കുന്നത് കർത്താവ് ഈ സഭയാണ് ആ വെള്ളം സൂചിപ്പിക്കുന്നത്. സഭയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ കർത്താവ് മരിച്ചത്. അതുകൊണ്ട് സഭയുടെ സൂചന നൽകുന്ന ആ വെള്ളയിൽ കാസായും വയ്ക്കും. ചില സ്ഥലങ്ങളിൽ അത് മഞ്ഞൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. മഞ്ഞ വരുമ്പോൾ മഞ്ഞ ദൈവത്തിൻ്റെ നിറമാണ്, സ്വർണത്തിൻ്റെ നിറം. സ്വർണം അവൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അതിനെ സൂചിപ്പിക്കാം. പിന്നെ പ്രധാന ശുശ്രൂഷ ശ്രദ്ധിക്കേണ്ടത് വടക്ക് വശത്ത് വിരിക്കോട്ടത്തിൽ നിന്ന് കുറച്ച് മാറി മുൻഭാഗത്തായിട്ട് ഷഷ്മോനീസോ എന്നൊരു പാത്രമുണ്ട്. അത് വീഞ്ഞ് എടുക്കാനുള്ള പാത്രമാണ്. ആ പാത്രത്തിൽ വീഞ്ഞെടുക്കും, അവിടെ വയ്ക്കും, വെള്ളം അവിടെ വെച്ചേക്കണം. അച്ഛൻ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയാണ് ഈ വീഞ്ഞിലേക്ക് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, പല പള്ളികളിൽ ഈ പാത്രം വളരെ ചെറുതാണ്. എന്തുമാത്രം വീഞ്ഞെടുക്കുന്നോ അത്രയും വെള്ളം ചേർക്കണം. വീഞ്ഞ് കർത്താവിൻ്റെ ദൈവത്വത്തെയും വെള്ളം മനുഷ്യത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. എത്രമാത്രം ദൈവത്വമുണ്ടോ അത്രയും മനുഷ്യത്വമുണ്ട്.
100% ഉണ്ടെങ്കിൽ 100% ഉണ്ട്, 50% ഉണ്ടെങ്കിൽ 50% ഉള്ളൂ. അതിൻ്റെ അർത്ഥം ആ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നാണ്. എത്ര ദൈവത്വമുണ്ടോ അത്ര മനുഷ്യത്വം വേണം, എത്ര വീഞ്ഞ് ഉപയോഗിക്കുന്നോ അത്ര വെള്ളം ഒഴിക്കണം. അപ്പോൾ അല്പം വലിപ്പമുള്ളതായിരിക്കണം അത്. വീഞ്ഞിൻ്റെ കണക്ക് ചോദിച്ചാൽ 1 ഔൺസ് എന്നൊക്കെ പറയണം. അത് 1 ഔൺസ് വെള്ളം 1 ഔൺസ് വീഞ്ഞും വരുമ്പോൾ ഒത്തിരി വരും. അതിപ്പോൾ എത്രയെങ്കിലും ആവട്ടെ, എന്തുമാത്രം വീഞ്ഞെടുക്കുന്നു, കഴിയുന്നിടത്തോളം വീഞ്ഞ് എന്തോരം വേണമെന്ന് അറിയാലോ. അതിനനുസരിച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ ആ പാത്രത്തിന് വലിപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറയണം. അത് പ്രധാന ശുശ്രൂഷകൻ ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛൻ പ്രത്യേക പ്രാർത്ഥന നടത്തി ആ വെള്ളം ഒഴിക്കും വീഞ്ഞിൽ. എന്നിട്ട് പ്രത്യേക പ്രാർത്ഥന നടത്തിയാണ് ആദ്യം അപ്പം എടുത്ത് വയ്ക്കും, പ്രത്യേക പ്രാർത്ഥന നടത്തി. പിന്നെ വീഞ്ഞിൽ വെള്ളം ചേർത്ത് പ്രത്യേക പ്രാർത്ഥന നടത്തി കാസായിലേക്ക് ഒഴിക്കും. അവിടെയും പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അത് അച്ഛൻ ചൊല്ലിക്കൊള്ളുമല്ലോ. അങ്ങനെ പ്രാർത്ഥന അച്ഛൻ വലതയിൽ പീലാസായും ഇടതയിൽ കാസായും പിടിച്ച് ഇങ്ങനെ പിടിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതിന് മുമ്പായിട്ട് പേരുകൾ, കിട്ടിയ പേരുകൾ, ഇത് വഴിപാട് കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ആരിതേ കുർബാനയ്ക്കുള്ള പേരുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ ഇവിടെ അച്ഛൻ്റെ വലതുവശത്ത് അല്ലെങ്കിൽ തെക്ക് വശത്ത് അച്ഛന് കാണത്തക്ക രീതിയിൽ പിടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അച്ഛന് കാണത്തക്ക രീതിയിൽ വയ്ക്കുകയോ ചെയ്യണം. അച്ഛൻ ആ പേരുകൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൈക്കാരന്മാരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കിട്ടിയ പേരുകൾ മധുബായിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ധൂപകുറ്റിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാന്ദർഭികമായിട്ട് പറഞ്ഞോളാം. അച്ഛൻ മൽക്കീസദേക്കിൻ്റെ ക്രമം ഞാനിതിനു മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. മൽക്കീസദേക്കിനെ പറ്റി ആ ക്രമം ആ ക്രമം നടത്തി കാസായും പിലാസായും കൂടി ദർഗായിൽ നിന്നിറങ്ങി ദർഗ മുത്തിയിട്ടൊക്കെ കിഴപ്പോട്ട് ഇറങ്ങണം. അത് അച്ഛൻ ചെയ്തോളൂ. ഇറങ്ങി കൈ കഴുകാനായിട്ട് പോകും. തിരുമേനിമാരൊക്കെ ആണെങ്കിൽ വെള്ളമൊന്നും കൊണ്ടു കൊടുക്കണം, അത് നിങ്ങൾക്കറിയാം. അച്ഛന്മാർ കൈ കഴുകിയിട്ട് പിന്നെ വെള്ളവസ്ത്രം ധരിക്കുന്നു. കയ്യുറ കാലുറ കാലുറയിലാണ് കയ്യുറ, ഇടത്തെ കയ്യുറ വലത്തെ, ആദ്യം ഇടത്തേതായിരിക്കണം, പിന്നെ വലത്തേത്. ഇടത്തേത് പ്രത്യേക പ്രാർത്ഥന ചൊല്ലി 2 പ്രാവശ്യം കുരിശ് വരയ്ക്കും. വലത്തേത് പ്രത്യേക പ്രാർത്ഥന ചൊല്ലി 1 പ്രാവശ്യം കുരിശ് വരച്ചിട്ടാണ് ഈ കയ്യുറകൾ ധരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം ഇടത്തേത് എടുത്തു കൊടുക്കണം, ആദ്യം വലതേത് എടുത്തു കൊടുക്കരുത്. അച്ഛനത് നിങ്ങൾ ഇടത്തേത് വലതേത് ആദ്യം എടുത്തു കൊടുത്താൽ അച്ഛൻ ഇടതയിലിട്ടിട്ട് വലതയിലിടും. ഇടതയും വലതയും പ്രത്യേകം അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇടതയുടെ ആ കയ്യുറയുടെ മുകളിൽ ഒരു കുരിശ് വരച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. പിന്നെ അമ്മിനെ ഇട്ട് അരക്കെട്ടൊക്കെ കെട്ടി കയ്യുറൊക്കെ ഇട്ട് കാപ്പ ശരിക്കും പിടിച്ചു കൊടുക്കണം. അച്ഛൻ പ്രാർത്ഥന ചൊല്ലി വാഴ്ത്തി കാപ്പ മുത്തിയിട്ട് ശരിക്കും അച്ഛന് പിടിച്ചു കൊടുക്കണം. എപ്പിസ്കോപ്പി ആണെങ്കിൽ ആ കോറ് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പ്രധാന ശുശ്രൂഷകരോട് ചോദിച്ചത് മനസ്സിലാക്കി കോറ് പഠിപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ. അവിടെ വാഴ്ത്തും. മേൽപ്പട്ടക്കാരനുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്തോളും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പിന്നെ ഇനി അഹറോൻ്റെ ശുശ്രൂഷയാണ് നടത്തുന്നത്. ആദ്യം മൽക്കീസദേക്കിനെ നടത്തി. മൽക്കീസദേക്ക് ഉൽപ്പത്തി 14 അധ്യായത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. അഹറോൻ്റെ ക്രമം അത് ആരംഭിക്കുകയാണ്. അഹറോനെ തൊപ്പി ധരിപ്പിക്കണം, അവനെ പ്രത്യേക വസ്ത്രങ്ങൾ ധരിപ്പിക്കണം എന്നൊക്കെ പുറപ്പാട് 29:9 പറയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോകണില്ല. അപ്പോൾ നിങ്ങൾ അത്രയൊക്കെ ചെയ്യാൻ എടുത്തു കൊടുക്കുക. അതിനുമുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ധൂപക്കുറ്റി പിടിക്കുന്ന ആൾ ഈ ക്രോസ് ചെയ്യുമ്പോൾ അഥവാ ക്രോസ് ചെയ്യാൻ ധൂപക്കുറ്റി കയ്യിലുള്ള ആൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ധൂപക്കുറ്റി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാവും.
അല്ലാത്തവർ ധൂപക്കുറ്റി പിടിക്കാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യരുത്. അത് മധുഭാഗ ത്രോണോസ് ചുറ്റി ഒന്ന് വേണം അങ്ങവശം ഇങ്ങവശം നിൽക്കാൻ. ഏറ്റവും മൂപ്പ് കൂടുതലുള്ളവർ വടക്ക് വശത്ത്, മൂപ്പ് കുറഞ്ഞവർ തെക്ക് വശത്ത് വേണം നിൽക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു മൂപ്പ് കൂടിയവൻ മുമ്പിലും വടക്ക് വശത്ത്, അതിൽ മൂപ്പ് തീരെ കൊച്ചുണ്ടെങ്കിൽ അതിനെ ഇവിടെ നിർത്താം, കുഴപ്പമില്ല, ഇടതുവശത്ത് നിർത്താം. കാരണം തീരെ കൊച്ചുങ്ങൾക്ക് പറയിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇടതുവശത്ത് മൂപ്പുള്ളവരും വലതുവശത്ത് മൂപ്പ് കുറഞ്ഞവരും വരണം, ആ കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ രണ്ട് നിരയായിട്ട് നിൽക്കണം. മാലാഖമാർ രണ്ട് നിരയായിട്ട് നിന്നാണ് പാട്ടുകളൊക്കെ പാടുന്നത്. എവിടെയാ? സ്വർഗത്തിലെ. ഇത്തരം കാര്യം ശ്രദ്ധിക്കുക. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.